ഹായ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ മൈസൂരിൽ ചെന്നിട്ട് ആദ്യമായിട്ട് സൂ കാണാൻ പോകാം കേട്ടോ. ആദ്യം നമ്മൾ ഫസ്റ്റ് കാണുന്നത് സൂ ആയിരുന്നു. അത് എനിക്കാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് കാണും. അപ്പോൾ അതിൻ്റേതായിട്ടൊരു ആകാംക്ഷയൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ റൂം എടുത്തുനിന്ന് കുറച്ച് പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ യാത്രയിലാണ്. അപ്പം എല്ലാവരും കൂടെ വണ്ടി ഇട്ട് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് കിടക്കുകയാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് കരുതി, രാവിലത്തെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതിയിട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും. അപ്പം നമ്മൾ രാവിലെ ഹോട്ടലിൽ ചെന്നിട്ട് പൂരിയാണ് ഞാൻ വാങ്ങിച്ചത്. മറ്റേ സഹിച്ചേട്ടനും അഭിജിത്തും മസാല ദോശ വാങ്ങിച്ചു. ആമി കഴിച്ചില്ല കേട്ടോ. അപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണമായിരുന്നു കേട്ടോ. ടിക്കറ്റ് എടുത്തിട്ട് ആണ് അകത്ത് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുകൂടെ വേണം പോകാൻ കേട്ടോ. അപ്പം എന്നാന്നറിയത്തില്ല, ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണല്ലോ. അപ്പോൾ എല്ലാവരും കൂടി അടിച്ചു പൊളിച്ചൊരു പോക്കാകുമ്പം പിന്നെ അവിടെ എന്തൊക്കെ മൃഗങ്ങളെ കാണാനും ഒക്കെ ഉള്ള ഒരാകാംക്ഷയോടെയുള്ള ഒരു യാത്ര കേട്ടോ. അപ്പം മനസ്സിന് വല്ലാത്ത സന്തോഷത്തോടെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പുറകെ ഉണ്ടോ എന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അകത്ത് ചെന്ന് ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് ടിക്കറ്റൊക്കെ വാങ്ങി എല്ലാം കഴിഞ്ഞ് അകത്തേക്ക് ചെന്ന് പിന്നെ നമുക്ക് കുറേ കണ്ട് ലാസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ മടുക്കും. അതുപോലെ കണ്ട് നടന്ന് കാണാനായിട്ട് നമ്മൾ തുടങ്ങുമ്പം തന്നെ ലവ് ബേഡ്സാണ് കേട്ടോ. ലവ് ബേഡ്സിനെയാണ് കാണുന്നത്. അതിൽ നിന്നാണ് തുടക്കം കേട്ടോ. ആദ്യം പക്ഷികളൊക്കെ കാട്ടുകോഴി. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഈ സൂവിൽ എന്തൊക്കെയാണുള്ളതെന്നൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞങ്ങൾ നോക്കി. അതെല്ലാം നോക്കി കഴിഞ്ഞിട്ടാണ് അകത്തേക്ക് പോകുന്നത്. പിന്നെ നമ്മൾ പുറത്ത് നിന്ന് അതും കഴിഞ്ഞൊരു കമ്പി കെട്ടിയിട്ടുണ്ട്. അതും കഴിഞ്ഞ് നെറ്റിൻ്റെ അകത്താണ് ഇതിട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോ എടുക്കുമ്പം അത്ര ക്ലിയറായിട്ട് കിട്ടണമെന്നില്ല കേട്ടോ. അപ്പം വേഴാമ്പലിനെ കണ്ടു. പിന്നെ മയിലുണ്ടായിരുന്നു, വെള്ളമയിലുണ്ടായിരുന്നു, മൂങ്ങ, ലവ് ബേഡ്സ്, അങ്ങനെ കുറേ പക്ഷികളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ പേരുടെയൊന്നും പേരെനിക്കറിയത്തില്ല. അതുപോലൊക്കെ കുറേ പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇതാണ് നമ്മൾ ആദ്യം ലവ് ബേഡ്സ് ആയിരുന്നു കേട്ടോ. ലവ് ബേഡ്സിനെയാണ് ആദ്യം കാണുന്നത്. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മൾ പിടിച്ചതും കൊണ്ടാണ് ആദ്യം നമ്മുടെ വേഴാമ്പലിനെ കിട്ടിയത്. അപ്പോൾ അവിടെ നിന്ന് ഇനി അങ്ങോട്ട് നമുക്ക് ഓരോരോ കാഴ്ചകൾ കണ്ട് പോകാം കേട്ടോ. അപ്പം നിങ്ങൾക്കറിയാവുന്ന പക്ഷികളുടെയൊക്കെ പേര് ഇവിടെ എഴുതിയിട്ടേരാം കേട്ടോ. ഇത് കണ്ടോ, വെള്ളമയിലാണ് കേട്ടോ. വെള്ളമയിൽ അപ്പം ഞങ്ങളിങ്ങനെ നോക്കിയപ്പോൾ എല്ലാവരും പച്ച മയിലിനെ കണ്ടിട്ടുണ്ടോ എന്ന്. എന്താണെന്നറിയാം, പച്ച ഷീറ്റിൻ്റെ അടിയിൽ വെള്ളമയിൽ നിന്നപ്പോൾ അത് പച്ച കളറായിട്ട് നിൽക്കുക കേട്ടോ. അങ്ങനെ നമുക്ക് ഇതിനെയൊക്കെ കാണാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണാൻ പോകുമ്പോൾ ഉണ്ടല്ലോ, നമ്മളൊരു കൊച്ചു കുട്ടിയെ പോണൊക്കെ ആയിപ്പോവും കേട്ടോ. നമ്മളൊരു വല്ലാത്ത സന്തോഷമല്ലേ. മയിലിനെ കണ്ടോ, ഓടി നടന്ന് കുറേ മയിലുകളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതെന്തുവാണ് അവിടെ നീന്തി കുളിസീം വരെ നമ്മൾ പിടിച്ചു. അയ്യോ പാവം താണ്ട്. എല്ലാത്തിനും ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഒന്നും ഒരു ആക്റ്റീവ് അല്ലാത്ത കൂട്ടായിരുന്നു മൃഗങ്ങളൊക്കെ ഇരുന്നത്. ചൂട് കൂടുതലിൻ്റെയാണെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാം ഇങ്ങനെ തൂങ്ങിയിരിക്കുകയായിരുന്നു. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്കാണെങ്കിൽ ഇപ്പം ഈ പറയുന്ന തൊട്ട് വെയിലൊന്നും സഹിക്കാൻ പറ്റാത്തതല്ലേ. അപ്പം നമ്മൾ സിംഹത്തെ കണ്ടു, പുലിയെ കണ്ടു, ചിമ്പാൻസിയെ കണ്ടു, കുരങ്ങനെ കണ്ടു. ആരും അങ്ങോട്ട് വലിയ ആക്റ്റീവായിട്ട് തോന്നിയില്ല കേട്ടോ. പക്ഷേ കാണാൻ ഒത്തിരി ഉണ്ടായിരുന്നതാനും. നമ്മുടെ ക്യാമറയിൽ പതിയുന്നതിനെക്കാട്ടി നേരിട്ട് കാണുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം നെറ്റിൻ്റെ അകത്തൂടെ ആകുമ്പം നമുക്ക് അറിയാമല്ലോ, വീഡിയോ പിടിക്കുമ്പോൾ അതിൻ്റേതായ ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ നേരിട്ട് കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ആമയുണ്ടായിരുന്നു, ആഫ്രിക്കൻ ആന. പിന്നെ ഇതിൻ്റെ അകത്തെ രസമെന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ പിടിക്കാൻ ചെല്ലുമ്പം എല്ലാം പുറകു തിരിഞ്ഞായിരിക്കുന്നത്. ഒന്നിൻ്റെ മുഖം കാണാൻ പറ്റത്തില്ല കേട്ടോ. ക്യാമറയിൽ കൂടുതലും അങ്ങനെ ആയിരിക്കും. സീബ്രയാണേലും
എല്ലാം തിരിഞ്ഞ് നിന്ന് അവർ സീബ്രയൊക്കെ തീറ്റി തിന്നുന്ന സമയമായിരുന്നു കേട്ടോ. നമ്മൾ ചെല്ലുമ്പം കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ നമുക്ക് ശരിക്കും കാണാൻ പറ്റിയ കരടിയെ നല്ലതായിട്ട് വീഡിയോയിൽ കിട്ടി, ജിറാഫിനെ കിട്ടി, പിന്നെ ആനയെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആനയെ കിട്ടി. അപ്പോൾ പക്ഷികളുടെ തന്നെ ഉണ്ടൊരു കുറേ വെറൈറ്റികളുണ്ടായിരുന്നു, പക്ഷികളുടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഓടി നടന്ന് നമ്മൾ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ കുറേ നടന്ന് കാണാനുണ്ടായിരുന്നു. എന്തുവാണെന്ന് പറഞ്ഞാൽ ഈ നടത്തത്തോടെ പോയവരെല്ലാം ക്ഷീണിച്ചൊരു പരുവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവരുടെ ലോകത്തേക്ക് കടന്നു ചെല്ലാം. അപ്പം വേണ്ടേ നമ്മൾ ഇവരുടെ ലോകത്തിലേക്ക് കടന്ന് അപ്പം ഇങ്ങനെ നോക്കിയപ്പോൾ ആരെയും കാണാനില്ല. എന്ത് ചെയ്യുന്നു ഇങ്ങനെ നോക്കിയപ്പം അവൻ അവിടെ കയറി മരത്തേൽ കയറി എത്തി നോക്കൂ. എൻ്റെ അമ്മോ, ഇവരുടെയൊക്കെ മുന്നിലൊന്ന് ചെല്ലണമല്ലയോ? ചെന്ന് പെട്ട് കഴിഞ്ഞാലത്തെ അവസ്ഥയൊന്ന് ഓർത്ത് കാണുമ്പം തന്നെ പേടിയാവുന്നുണ്ട്. നമ്മളെങ്ങാനും അവരുടെ മുന്നിലൊന്ന് കിട്ടിയാലത്തെ അവസ്ഥ വല്ലാത്തത് തന്നെ. അപ്പം വേണ്ടേ 2-3 പേര് ക്ഷീണിച്ച് അവിടെ എവിടെയും കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഒരാൾ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അവനിച്ചിരി ആക്റ്റീവാന്ന് തോന്നുന്നു. അവൻ്റെ എങ്ങാനും കൈ നമ്മളെ കിട്ടിയാലത്തെ നല്ല രസമായിരിക്കും, കടിച്ച് കീറി ശരിയാക്കും. പിന്നെ അടുത്തത് സിംഹമായിരുന്നു കേട്ടോ. സിംഹത്തെ ഇത് അവനവിടെ കിടന്ന് കുളിക്കുമായിരുന്നു, കാരണം ചൂട് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് കേട്ടോ. അവിടെ കുളിക്കുമായിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ സിംഹമാണ് കേട്ടോ. അവരും അവിടെ ക്ഷീണിച്ച് കിടക്കുക. പിന്നെ ഒരുത്തനുണ്ടായിരുന്നെന്ന് തോന്നുന്നൊരു ആക്റ്റീവായിട്ടൊരുത്തനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നേരം ഇങ്ങനെ ദൈവമേ, ഇവരെയൊക്കെ കണ്ടപ്പോൾ പേടിച്ച്, അതിനെക്കാട്ടിൽ എന്നെ പേടിപ്പെടുത്തിയത് എന്താണെന്ന് ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പം കാണിക്കാം കേട്ടോ. എന്തായിരുന്നു എൻ്റെ പേടി സ്വപ്നം. 2-3 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം. അപ്പം നമ്മുടെ ഇപ്പോൾ നിലവിൽ നമ്മളെല്ലാവരും ഭയത്തോടു കൂടി ഞാനാണെങ്കിൽ എപ്പോഴും പ്രാർത്ഥിച്ചിട്ട് കിടക്കും കേട്ടോ. സ്വപ്നത്തിൽ പോലും കാണല്ലേ എന്ന്. എനിക്കതുപോലൊക്കെ പേടിയാണ്. പാവങ്ങളുടെയൊക്കെ കിടപ്പ് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറയാം, ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവർക്കൊക്കെ. ഞാൻ അന്നേരം വിചാരിച്ചു ഇനി നമ്മൾ ചിമ്പാൻസിയെ കാണാൻ പോവാണേ. മസിലൊക്കെ പിടിച്ചുള്ള നിപ്പേ ഉള്ളൂ. ദാണ്ട് അവിടെ കിടന്ന് ചൊറിയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കിടന്ന് ചൊറിച്ചിലും കൊണ്ട് സഹിക്കാൻ വയ്യ. എനിക്കങ്ങ് ചിരിയും വരും കേട്ടോ. മനുഷ്യരൊക്കെ ഇങ്ങനെ കാലും വെച്ച് കിടന്നുകൊണ്ട് ചൊറിച്ചിൽ സഹിക്കാൻ വയ്യ. അപ്പം മസിലൊക്കെ പെരുപ്പിച്ച് നിൽക്കുന്ന ഇതൊക്കെ ഉള്ളൂ ആൾക്കാർക്ക്. അവർക്ക് ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. അവർ അവിടെ റെസ്റ്റ് എടുക്കുകയാണ്. അവർ റെസ്റ്റ് എടുക്കട്ടല്ലേ. വേണ്ട, അവിടെ ഉണ്ടോ ഒരാൾ, നടപ്പ് കണ്ടോ, നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. വേണ്ട, അടുത്തത് നമ്മുടെ ഹിപ്പോ. ഇനിയിപ്പോൾ സീബ്രയെ കണ്ടിട്ടുണ്ട്. അവർ പുല്ല് തിന്നുകൊണ്ടിരിക്കുക കേട്ടോ. സീബ്ര അവരവരുടെ പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അടുത്ത ആക്റ്റീവായിട്ടുള്ള ആൾ കേട്ടോ. വേണ്ടേ, ഞങ്ങളാദ്യം വിചാരിച്ച് അവിടെ നിന്നവരെല്ലാം പറഞ്ഞു കേട്ടോ അവന് ഇലക്ട്രിക്കാണെന്ന്, ഇങ്ങനെ തലയിട്ട് ആട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് കണ്ട മാൻ്റെ കൂട്ടം ഉണ്ടായിരുന്നു. പിന്നെ ഇതെന്തുവാണെന്ന് അറിയത്തില്ല കേട്ടോ. ഇവനവിടെ തളർന്നൊരു വശത്ത് കിടക്കുക, പക്ഷെ ജീവനുണ്ട് കേട്ടോ, അനങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ ആനക്കുട്ടന്മാരാണ് കേട്ടോ. അവന്മാരുടെ പണിയിലാണ്. കുറേ പേര് മണ്ണൊക്കെ പുറത്തൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു. ഇത് കാട്ടുപോത്തിൻ്റെ ഒരു കൂട്ടം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം നമ്മുടെ അടുത്ത കരടിയാണ് കേട്ടോ. അവൻ കുളിയെല്ലാം കഴിഞ്ഞ് തേരാപ്പാര ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരമായിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അവന് ഞാൻ നോക്കിയപ്പം കരടി കൂട്ടന്മാരെ 2 പേരെ കണ്ട്. 2 പേരും നല്ല ആക്റ്റീവാണ്. ഇതേണ്ടേ നമ്മുടെ കാണ്ടാമൃഗം കിടക്കുന്നു. ഇവനെയാണ് അവൻ്റെ കണ്ണിലൊരു കിളി വന്നിരുന്ന് കുത്തുന്നു കേട്ടോ. അന്നേരം മാത്രം ഒന്ന് ചലിപ്പിക്കും, തലയൊന്ന് ചലിപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കങ്കാരുവാട്ടോ ഇത് കങ്കാരുവായിരുന്നു കേട്ടോ. പിന്നെയാണ് ഞാൻ പറഞ്ഞ എൻ്റെ പേടി സ്വപ്നം. ശരിക്കും പറഞ്ഞാൽ ഇവർ കാരണം ഞാൻ 2-3 ദിവസം ഉറങ്ങിയിട്ട് പോലും ഇല്ല കേട്ടോ. കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ എല്ലാവരുടെയും പേടി സ്വപ്നമാണ് ഇവർ.
ശരിക്കും പറഞ്ഞാൽ എൻ്റെ ദൈവമേ, കണ്ടാൽ നമുക്ക് മേല് പെരുകും കേട്ടോ. പെരുമ്പാമ്പിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തോ വലിയ പെരുമ്പാമ്പൊക്കെയാ. ഞാൻ ആദ്യമായിട്ട് ഇതിനെയൊക്കെ നേരിട്ട് കാണുന്നത്. അതിൻ്റെ ആയിരിക്കും കേട്ടോ ഇത്രയും ഒരു പേടി. അല്ലേ തന്നെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, ദൈവമേ എന്നെ കാണിക്കല്ലേ കാണിക്കല്ലേ എന്ന്. ഇവനാണ് നമ്മുടെ സർപ്പം. ഇത് പച്ചിലപ്പാമ്പാന്ന് തോന്നുന്നു കേട്ടോ, എന്തുവാണോ. അവരെയെല്ലാം കൂട്ടിലിങ്ങനെ ഇട്ടിരിക്കുകയാണ്, ചില്ലുകൂട്ടിൽ. അവർ അവർക്ക് തോന്നുമ്പോൾ അവർ പുറത്തിറങ്ങി മരച്ചില്ലയിലൂടെ ഒക്കെ കയറി ഇറങ്ങി നടക്കും. ദേണ്ട കിടക്കുന്ന അടുത്തത്. പിന്നെ നമ്മുടെ പാവത്താനായ ചേരക്കുട്ടൻ ദേണ്ട കിടക്കുന്നു. അവനെയും കൊണ്ട് പിന്നെ ആർക്കും വലിയ ശല്യമൊന്നുമില്ല. ചിലരൊക്കെ കാണുമ്പോൾ ഒന്ന് പേടിച്ചലയ്ക്കുമെന്നേ ഉള്ളൂ, പാവം. വേണ്ട, അയ്യോ കിടക്കുന്നുണ്ടോ, ശരീരം കാണുമ്പം തന്നെ നമ്മുടെ മേല് വിരിക്കുന്നത്. വേണ്ട കിടക്കുന്ന അടുത്തത്. കൂടുതലും സർപ്പങ്ങളായിരുന്നു കേട്ടോ, ഒത്തിരി ഉണ്ടായിരുന്നത്. കുറേ ഉണ്ടായിരുന്നു അവർ തന്നെ. പിന്നെ ഇവിടെ ദാണ്ട അതിൻ്റെ മണ്ടയ്ക്ക് കിടപ്പുണ്ട്, അത് ചേരയായിരുന്നു കേട്ടോ. ഇവിടെ 2-3 പേരുണ്ടായിരുന്നു കേട്ടോ, നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഏതാണ്ട് പെരുമ്പാമ്പ് ദാണ്ട കിടക്കുന്നു. ചുറ്റി 2-3 പേരുണ്ടായിരുന്നു, ആ മരത്തെ ചുറ്റി ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. ദാണ്ട കയറിപ്പോന്നു. അതും ചേരയാണ്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിൽ കിടക്കുന്നുണ്ടല്ലോ, ഭയങ്കര വലിയൊരു സാധനമാണ് കേട്ടോ. അതാണ്ട് ഇതൊക്കെ ആ മരത്തെ ചുറ്റിയിരിക്കുന്ന ഏതാണ്ടൊക്കെ തീറ്റി തിന്നിട്ടിരിക്കുക. പക്ഷേങ്കിൽ ഇതിൻ്റെ അകത്ത് കാണുന്ന കൂട്ടല്ല കേട്ടോ, ഭയങ്കര വണ്ണമാണ് അതിനൊക്കെ. കുറേ പേടിച്ചിട്ട് ഞാൻ എടുത്തില്ല സത്യം പറഞ്ഞാൽ കേട്ടോ. ഇത് കണ്ട് എൻ്റെ സത്യം പറഞ്ഞാൽ മേലെല്ലാം പെരുത്തി ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ വേണ്ട നമ്മുടെ ആമക്കുട്ടന്മാരിങ്ങനെ നടന്നു പോകുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ മനുഷ്യരുടെ കൂട്ട് തന്നെ അവർക്കും ചൂടൊന്നും സഹിക്കാൻ വയ്യ. വേണ്ട നമ്മുടെ ലാസ്റ്റ് സീബ്രക്കുട്ടനാണ് കേട്ടോ. അപ്പോൾ ഇതോടെ നമ്മുടെ സൂവിലെ കാഴ്ചകൾ അവസാനിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.